Hello students, today we are going to discuss the propagation of errors. This is an important essay question. So the topic is combining errors. അതായത് നമ്മളിവിടെ പഠിക്കുന്നത് ഫൈനൽ റിസൾട്ടിൽ എറർ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. We discuss the way the error propagates when the individual measurements are combined to form the final result. So individual മെഷർമെൻറ്റ്സ് ഫൈനൽ റിസൾട്ടിൽ എങ്ങനെയാണ് ഒരു എറർ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഫൈനൽ റിസൾട്ടിലെ എറർ എന്നുള്ളതാണ് നമ്മൾ കമ്പൈനിങ് എറേഴ്സ് എന്നൊരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഡെൻസിറ്റി എന്നുള്ളത് മാസ് ബൈ വോളിയം ആണ്. സോ ഡെൻസിറ്റി ആണ് ഫൈനൽ റിസൾട്ട്. സോ ഡെൻസിറ്റിയിലുള്ള എറർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റിസൾട്ടായ മാസിലുള്ള എററിൻ്റെയും വോളിയത്തിലുള്ള എററിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും. സോ നമ്മളിവിടെ പഠിക്കുന്നത് ദ ഫൈനൽ റിസൾട്ടിലുള്ള ഇമ്പോർട്ടൻറ്റ് എറർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ നമുക്ക് കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റി പല ടൈപ്പ് ആയിരിക്കാം. ഡെൻസിറ്റി ഈക്വൽസ് ടു മാസ് ബൈ വോളിയം എന്നുള്ളത് ഇവിടെ എറർ ഇസ് ഡിവിഷൻ. And also there are some quantity which is in the form of addition, multiplication, subtraction and also raised to some power. So ഇങ്ങനെ ഓരോ കേസ് വരുമ്പോഴും ഫൈനൽ റിസൾട്ടിൽ എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സോ ദ ഫസ്റ്റ് ഇസ് എറർ ഓഫ് എ സം ഓർ ഡിഫറൻസ്. അതായത് ഒരു ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അത് അഡീഷൻ വഴിയായിട്ടാണ് ആ ക്വാണ്ടിറ്റി കിട്ടുന്നത്. അതായത് എക്സും വൈയും രണ്ട് ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സ് ആണ്. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. സോ എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. സോ എക്സിലുള്ള എറർ ആണ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ഇസ് ദി അബ്സല്യൂട്ട് എറർ ആൻഡ് വൈയിലുള്ള എറർ ആണ് ഡെൽറ്റ വൈ. ഡെൽറ്റ വൈ ഈസ് ദി അബ്സല്യൂട്ട് എറർ ഇൻ വൈ. സോ ദ എറർ ഇൻ ദി ഫൈനൽ റിസൾട്ട് എഫ്. സോ എഫിലുള്ള മാക്സിമം പോസിബിൾ എറർ എന്താണ്? സോ ഇതൊരു അഡീഷൻ രീതിയിലാണ്. സോ എറർ ഓഫ് എ സം ആണ് കാണുന്നത്. സോ എഫിലുള്ള എറർ ആണ് ഡെൽറ്റ എഫ്, ദാറ്റ്സ് ഈക്വൽസ് ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. അതായത് എക്സിലുള്ള എറർ പ്ലസ് വൈയിലുള്ള എറർ ആണ് ഡെൽറ്റ എഫിലുള്ള എറർ. സോ ഇതെങ്ങനെയാണ് കിട്ടുന്നത്? എക്സിലുള്ള എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. സോ ആ ക്വാണ്ടിറ്റി എന്നുള്ളത് എക്സ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എക്സ് ആയിരിക്കും അതിൻ്റെ കറക്റ്റ് വാല്യൂ. അതുപോലെ വൈയിലുള്ള എറർ ആണ് ഡെൽറ്റ വൈ. സോ വൈ എന്നുള്ളത് വൈ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വൈ ആകാം. അതുപോലെ എഫിലുള്ള എറർ ആണ് ഡെൽറ്റ എഫ്. സോ എഫ് എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് എറർ ഇല്ലാതെ എഴുതുമ്പോൾ എഫ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എഫ് എന്ന് എഴുതാം. So f plus or minus delta f equals to x plus or minus delta x plus y plus or minus delta y. So f equal to x plus y ആണ്. അപ്പോൾ എഫിന് പകരം f plus or minus delta f കൊടുത്താൽ എക്സിന് പകരം x plus or minus delta x, then the plus sign, then delta y. So yക്ക് പകരം y plus or minus delta y. That's equal to x plus y നമ്മൾ ഒരുമിച്ച് എഴുതി, then delta x plus delta y. So the maximum possible error for the quantity f is delta x plus delta y. So fലുള്ള എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ആണ്. സോ ടോട്ടൽ ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് എക്സും വൈയും ആഡ് ചെയ്താൽ then plus or minus delta x plus or minus delta y. സോ ഇതാണ് സമ്മിൻ്റെ കേസ്. ഇനി സബ്ട്രാക്ഷന് വരുമ്പോൾ എഫ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എക്സ് മൈനസ് വൈ ആണെങ്കിൽ ദ മാക്സിമം പോസിബിൾ എറർ ഇസ് ഗിവൺ ബൈ. സോ എഫ് എന്നുള്ള ക്വാണ്ടിറ്റി എക്സ് മൈനസ് വൈ ആണെങ്കിൽ എഫിലുള്ള എറർ എന്ന് പറയുന്നത് അഡീഷനുള്ള സെയിം കേസ്, അതായത് എക്സിലുള്ള അബ്സല്യൂട്ട് എറർ പ്ലസ് വൈയിലുള്ള അബ്സല്യൂട്ട് എറർ, ദാറ്റ് ഈസ് ഡെൽറ്റ എഫ് ഈക്വൽസ് ടു ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. സോ നമുക്കിവിടെ പറയാം the two quantities are added or subtracted
The mean absolute error in the final result is the sum of the mean absolute errors in the individual quantities. അതായത് റിസൾട്ടിലുള്ള മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ മെഷർമെന്റ്സിലുള്ള മീൻ അബ്സല്യൂട്ട് എററിന്റെ സം ആയിരിക്കും ഇപ്പോൾ രണ്ട് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുമ്പോഴോ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് കാണുന്നത് എറർ ഇൻ ദ കേസ് വെൻ എ ക്വാണ്ടിറ്റി ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റന്റ്. അതായത് ഒരു ക്വാണ്ടിറ്റി ഇൻഡിവിജ്വൽ മെഷർമെന്റിലെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി ഒരു കോൺസ്റ്റന്റുമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എങ്ങനെയാണ് എറർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നാണ്. സോ നമ്മൾ ഇവിടെ കാണുന്ന ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ദ ഫൈനൽ റിസൾട്ട് ഈസ് എഫ്. എഫ് എന്നുള്ളത് എ എക്സ് പ്ലസ് വൈ ആണ്. ഇവിടെ എ ആണ് ഒരു കോൺസ്റ്റന്റ് ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ടു മെഷർമെന്റ്സ്. സോ ദ ഫൈനൽ റിസൾട്ട് ഈസ് എ എക്സ് പ്ലസ് വൈ. സോ ദി അബ്സല്യൂട്ട് എറർ ഇൻ എഫ്, എഫിലുള്ള എറർ എന്ന് പറയുന്നത് ഡെൽറ്റ എഫ്, ദാറ്റ്സ് ഈക്വൽസ് ടു, ഇനി എ ഈസ് എ കോൺസ്റ്റന്റ്, സോ എ നമുക്ക് അതുപോലെ എഴുതാം. ഇനി എക്സിലുള്ള എറർ ഇറ്റ് ഈസ് ഡെൽറ്റ എക്സ് പ്ലസ്, ആ പ്ലസ് അതുപോലെ എഴുതി. ഇനി വൈയിലുള്ള എറർ ദാറ്റ് ഈസ് ഡെൽറ്റ വൈ. സോ ദ റിസൾട്ടിലെ എറർ ആണ് ഡെൽറ്റ എഫ് വിച്ച് ഈസ് ഈക്വൽസ് ടു എ ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ വൈ. ഇനി നമ്മൾ മറ്റൊരു ഫോം കാണുകയാണ്, ദാറ്റ് ഈസ് എഫ് ഇൻ ആൻ അനദർ ഫോം, എഫ് ഈക്വൽ ടു എ ഡെൽറ്റ എക്സ് പ്ലസ് ബി വൈ മൈനസ് സി ഇസഡ്. So A, B, C are constant. The mean absolute error in F equals to delta F. So delta F എഴുതുമ്പോൾ delta F equal to A constant ആണ്. So A നമ്മൾ അതുപോലെ എഴുതി. Aയിൽ എറർ ഇല്ല കാരണം A is a constant. So we can write A as such it is. Then Xയിലുള്ള എറർ delta X plus then by. B is a constant and error in y is delta y plus C is a constant, error in z is delta z. So ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മൾ എറർ എഴുതുമ്പോഴും അവിടെ മൈനസ് എഴുതരുത്, കാരണം ദിസ് ഈസ് ജസ്റ്റ് എൻ എക്സ്പ്രഷൻ. എഫ് ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി വൈ മൈനസ് സി സെഡ് എന്നുള്ളത് ഒരു എക്സ്പ്രഷൻ ആണ്. സോ എക്സ്പ്രഷൻ്റെ അവിടെ നമ്മൾ മൈനസ് ഉണ്ടെങ്കിലും എറർ എഴുതുമ്പോൾ അവിടെ മൈനസ് അല്ല എഴുതേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ എറർ ആണ്. സോ എറർ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എറർ എങ്ങനെ ഫൈനൽ റിസൾട്ടിൽ വരുമെന്ന് കണ്ടു. നെക്സ്റ്റ് ഈസ് എറർ ഓഫ് എ പ്രൊഡക്റ്റ് ഓർ എ കോഷ്യന്റ്. സോ പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എറർ വരും, അല്ലെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് കാണാം. സോ ഇതുവരെ നമ്മൾ കണ്ടത് അബ്സല്യൂട്ട് എറർ ആയിരുന്നു, ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ. ഇനി നമ്മൾ പ്രൊഡക്റ്റിലും കോഷ്യന്റിലും കാണുന്നത് റിലേറ്റീവ് എറർ ആണ്. റിലേറ്റീവ് എറർ എന്ന് പറയുമ്പോൾ ഇഫ് എഫിലുള്ള റിലേറ്റീവ് എറർ ആണെങ്കിൽ അതെന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ബൈ എഫ് ആണ്. സോ നമ്മളിവിടെ കാണുന്നത് റിലേറ്റീവ് എറർ ആണ്. സോ ദ മാക്സിമം റിലേറ്റീവ് എറർ ഇൻ എഫ് is the sum of the relative errors in x and y. So f equal to xy ആണ്. സോ ഇവിടെ എഫിലുള്ള റിലേറ്റീവ് എറർ ആണ് എടുക്കുന്നത്, ദാറ്റ് ഈസ് ഡെൽറ്റ എഫ് ബൈ എഫ് ഈക്വൽസ് ടു ഡെൽറ്റ എക്സ് ബൈ എക്സ് പ്ലസ് വൈ. വൈയിലുള്ള റിലേറ്റീവ് എറർ ഡെൽറ്റ വൈ ബൈ വൈ. സോ എഫിലുള്ള നമ്മൾ കാണുന്ന എറർ എന്ന് പറയുന്നത് റിലേറ്റീവ് എറർ ആണ്. എവിടെയാണ് അത് കാണുന്നത്? പ്രൊഡക്റ്റിൻ്റെയും കോഷ്യന്റിൻ്റെയും കാര്യത്തിൽ മാത്രമാണ് നമ്മൾ റിലേറ്റീവ് എറർ എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡെൽറ്റ എഫ് ബൈ എഫ് ഈക്വൽസ് ടു ഡെൽറ്റ എക്സ് ബൈ എക്സ് പ്ലസ് ഡെൽറ്റ വൈ ബൈ വൈ. നമുക്ക് ഇതൊന്ന് പ്രൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ് എഫ് ഈക്വൽ ടു എക്സ് വൈ ആണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് ആൻഡ് ദ മെഷേർഡ് ക്വാണ്ടിറ്റീസ് ആർ എക്സ് ആൻഡ് വൈ. സോ എക്സിലെ എറർ ഡെൽറ്റ എക്സ്, സോ എക്സ് എന്നുള്ള ക്വാണ്ടിറ്റി എക്സ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എക്സ്. വൈയിലുള്ള ക്വാണ്ടിറ്റി വൈ ഇറ്റ് ഇസ് എ ക്വാണ്ടിറ്റി ആൻഡ് വൈയിലുള്ള എറർ ഡെൽറ്റ വൈ. സോ വൈ നമ്മൾക്ക് വൈ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വൈ എന്ന് എഴുതാം. സോ എറർ ഇൻ എഫ് ഇസ് ഡെൽറ്റ എഫ്. അപ്പോൾ എറർ കഴിഞ്ഞുള്ള ക്വാണ്ടിറ്റിയാണ് എഫ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എഫ്. അതെന്ന് പറയുന്നത് എക്സിലുള്ള എറർ പ്ലസ് വൈയിലുള്ള എറർ ദെൻ ദ എക്സ് ആൻഡ് വൈ. സോ
എഫ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എഫ് എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വൈ. അതായത് എഫ് ഈക്വൽ ടു എക്സ് വൈ ആണ്. സോ എഫ് എറർ മാറ്റിയാൽ നമുക്ക് എഫ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എഫ് എന്ന് എഴുതാം. എക്സ് എറർ കളഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എക്സ് ഇൻറ്റു വൈ. വൈ എറർ കളഞ്ഞാൽ വൈ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വൈ. സോ എറർ മാറ്റിക്കഴിഞ്ഞാൽ എഫ് എന്നുള്ള റിസൾട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് എറർ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ദെൻ നമ്മൾക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ then plus or minus x delta y, then plus or minus delta x into y, then plus or minus delta x into delta y. ജസ്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താം. സോ ഇവിടെ നമ്മൾ എഫ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എഫ് ഒരു വലിയ ടേം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ഒരു ടേം വെച്ച് എൽ എച്ച് എസും ആർ എച്ച് എസും ഡിവൈഡ് ചെയ്യുന്നു. സോ എഫ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എഫ് നമ്മൾ എഫ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ആർ എച്ച് എസിൽ സെയിം എഫ് വെച്ച് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. പക്ഷേ ആർ എച്ച് എസിൽ എഫിൻ്റെ ടേം ഇല്ല. പകരം എഫ് എന്നുള്ളത് എക്സ് വൈ ആണ്. എഫ് ഈക്വൽ ടു എക്സ് വൈ എന്നാണ് നമ്മൾ ആദ്യം ഇത് തുടങ്ങിയത്. സോ നമ്മൾ ആർ എച്ച് എസിൽ എക്സ് വൈ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. എൽ എച്ച് എസിൽ എഫ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. സോ ഇവിടെ എഫ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എഫ് ബൈ എഫ് 1 ആകും. ദെൻ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എഫ് ബൈ എഫ്. സോ നമുക്ക് എൽ എച്ച് എസ് ഇങ്ങനെ കിട്ടി. ദെൻ ആർ എച്ച് എസ് എക്സ് വൈ വെച്ച് ഡിവൈഡ് ചെയ്യും. സോ ഫസ്റ്റ് ടേം ഈസ് എക്സ് വൈ. സോ എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് വൈ എന്ന് പറയുന്നത് 1. സോ 1 ദെൻ പ്ലസ് ഓർ മൈനസ് വൈ ഡെൽറ്റ എക്സ് ബൈ എക്സ് വൈ. സോ വൈയും വൈയും ക്യാൻസൽ ചെയ്ത് ഡെൽറ്റ എക്സ് ബൈ എക്സ് എന്ന് കിട്ടി. ദെൻ പ്ലസ് ഓർ മൈനസ് എക്സ് ഡെൽറ്റ വൈ. സോ എക്സ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ എന്ന് പറയുമ്പോൾ എക്സും എക്സും ക്യാൻസൽ ആയി നമുക്ക് ഡെൽറ്റ വൈ ബൈ വൈ എന്ന് കിട്ടി. നെക്സ്റ്റ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ബൈ എക്സ് വൈ. സോ ഇവിടെ ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. സോ വി ഗെറ്റ് ഡെൽറ്റ എക്സ് ബൈ എക്സ് ഇൻറ്റു ഡെൽറ്റ വൈ ബൈ വൈ. ഇനി നമ്മൾ പറയാണ് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്. സോ നമുക്ക് ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും അവോയ്ഡ് ചെയ്യാം. സോ വി ഗെറ്റ് 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എഫ് ബൈ എഫ് ഈക്വൽസ് ടു 1 പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ എക്സ് ബൈ എക്സ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ വൈ ബൈ വൈ. ലാസ്റ്റ് ടേം നമ്മൾ കളഞ്ഞു. ഇനി എൽ എച്ച് എസിലും ആർ എച്ച് എസിലും 1 ഉണ്ട്. വി ക്യാൻ ക്യാൻസൽ 1. So the maximum relative error in f will be delta f by f equals to delta x by x plus delta y by y എന്ന് നമുക്ക് കിട്ടി. So this is the error in multiplication. So ഡിവിഷന്റെ കാര്യത്തിലും ഈ സെയിം കേസ് ആണ്. ഇപ്പോൾ എഫ് എന്നുള്ളത് എക്സ് ബൈ വൈ ആയിരുന്നുവെങ്കിൽ the relative error in f is also delta f by f, that's equals to delta x by x plus delta y by y. ഇനി കാണുന്നത് error in the case when the quantity is raised to a power. അതായത് ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളത് ഒരു പവറിന്റെ ഫോമിലാണ്. that is x raised to n എന്ന ഫോമിലാണെങ്കിൽ the relative error in f. so f ലുള്ള relative error എന്ന് പറയുന്നത് n times the relative error in x. xയിലുള്ള relative errorന്റെ n times ആയിരിക്കും. that is delta f by f, that is the relative error in f, equals to n into, that is the power into delta x by x. അതായത് fയിലുള്ള relative error എന്ന് പറയുന്നത് n times xയിലുള്ള relative error ആണ്. So if a function is x square എന്നായിരുന്നു ഫംഗ്ഷൻ എങ്കിൽ the relative error in f is delta f by f, that's equals to 2 times the relative error in x. So പവറിൽ എന്താണോ അതേ ഇൻറ്റു
the relative error in that quantity is the relative error in the final result. സോ ഈ ഒരു 4 കേസാണ് ഈ ഒരു എസ്സേയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാനുള്ളത്. പ്രീവിയസ് ഇയറിൽ ഈ ഒരു എസ്സേ ചോദിച്ചതാണ്. So you can expect this essay in your exam too. So study well, and I will share this PPT and see you in the next class.